ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 14 തുടങ്ങി 25 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ വിശുദ്ധവാരത്തിലെ ബുധനാഴ്ചയിൽ നമുക്ക് വചനവിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. AD 250 തുടങ്ങി വിശുദ്ധവാരത്തിലെ ബുധനാഴ്ച ക്രിസ്ത്യാനികൾക്കിടയിൽ ഒറ്റുകൊടുപ്പിന്റെ ദിനമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. യൂദാസ് അതീവ രഹസ്യത്തിൽ തൻ്റെ ഗുരുവിനെ ഒറ്റുകൊടുക്കുവാൻ തീരുമാനിക്കുന്നു. അതിനവൻ അംഗീകരിച്ച വില ഒരു അടിമയുടെ വിലയാണ്, 30 വെള്ളിക്കാശ്. പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷം നമ്മെ ഓരോരുത്തരെയും ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു വചനഭാഗമാണ്. തൻ്റെ ചങ്കിലെ ചോരയും സ്നേഹവും ഒരു തുള്ളി ബാക്കി വയ്ക്കാതെ നമ്മോടുള്ള സ്നേഹത്താൽ കാൽവരിയിലെ അൾത്താരയിൽ സമർപ്പിച്ച ദൈവപുത്രനായ ഈശോ തന്നേക്കാൾ വിലയുള്ളവരായി നമ്മെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ഗുരുവും നാഥനും രക്ഷകനുമായ ഈശോയ്ക്ക് എന്ത് വിലയാണ് നമ്മൾ നൽകിയിട്ടുള്ളത്? ഒറ്റുകാരനായ യൂദാസിനെ പോലെ ഒരടിമയുടെ 30 വെള്ളിക്കാശിന്റെ വിലയാണോ അവർ നൽകിയിട്ടുള്ളത്? നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും അനുസരിച്ച് ദൈവത്തെയും ദൈവിക സത്യങ്ങളെയും മൂല്യങ്ങളെയും വളച്ചൊടിക്കുമ്പോൾ നമ്മളും മറ്റൊരു യൂദാസായി മാറുകയല്ലേ ചെയ്യുന്നത്? സ്നേഹത്തോടെ ചേർത്ത് നിർത്തി തൻ്റെ ജീവനിലും സൗഭാഗ്യത്തിലും പങ്കുചേർത്തവരെ തള്ളിപ്പറയുമ്പോഴും നമ്മൾ അനുദിനം യൂദാസിൻ്റെ കുപ്പായം അണിയുന്നവരാകുകയല്ലേ ചെയ്യുന്നത്? അതിനാൽ പ്രിയ സഹോദരരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെയും ദൈവവചനത്തെയും ദൈവിക ആദർശങ്ങളെയും ദൈവിക മൂല്യങ്ങളെയും വില കുറച്ച് കാണാൻ പ്രേരിപ്പിക്കുന്ന ആത്മീയ മന്ദത ബാധിച്ച ബുദ്ധിയെയും തിമിരം ബാധിച്ച കണ്ണുകളെയും സുഖപ്പെടുത്തണമേ കർത്താവേ. അങ്ങനെ ഒറ്റുകാരൻ്റെ കുപ്പായം അഴിച്ചു മാറ്റി നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ ശിഷ്യനായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ആമേൻ.